കൊല്ലം KSRTC ഡിപ്പോയുടെ ശോചനീയാവസ്ഥ ഇതുവരെയും പരിഹരിക്കാത്തതിൽ ആശങ്കയിൽ യാത്രക്കാർ. ഇടിഞ്ഞു വീഴാറായ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കെട്ടിടമാണ് പ്രധാന ഭീഷണി. ജില്ലയിൽ നിന്നാണ് ഗതാഗത മന്ത്രിയെങ്കിലും കൊല്ലം ഡിപ്പോയുടെ ദുരവസ്ഥ മാറ്റാൻ ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഏത് കാലത്ത് ശാപമോക്ഷം ലഭിക്കുമെന്നതാണ് കൊല്ലം KSRTC ഡിപ്പോയുടെ കാര്യത്തിൽ ഉയരുന്ന ചോദ്യം. ദ്രവിച്ചു തുടങ്ങിയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും യാത്രക്കാരുടെയും ജീവനക്കാരുടെയും മേൽ വീഴുമെന്ന നിലയിലാണ്. ബിൽഡിംഗ് മോശമാണ്, കമ്പികളൊക്കെ പുറത്തോട്ടിരിക്കുകയാണ്, തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ട്, കൊറോഷനാണ്, അപ്പോൾ പൊളിഞ്ഞു വീഴാനൊക്കെ സാധ്യതയുണ്ട്. കാരണം മേളിൽ നോക്കുമ്പോൾ നമുക്കറിയാം മൊത്തം തുരുമ്പെടുത്തിരിക്കുകയാണ്, അതിൽ നിന്ന് പാടെ ഇളകി വീഴുന്നുണ്ട്. ദീർഘദൂര യാത്രയ്ക്കുൾപ്പെടെ ജില്ലയിലെ യാത്രക്കാർ പ്രധാനമായി ആശ്രയിക്കുന്ന സ്റ്റാൻഡുകളിലൊന്നാണ് കൊല്ലം. ഭയത്തോടെയാണ് കുട്ടികളുമായി എത്തുന്നവർ ബസ് കാത്തു നിൽക്കുന്നത്. ഇതൊരിക്കലും സുരക്ഷിതമല്ല. ശരിക്കും പറഞ്ഞാൽ നിരവധി യാത്രക്കാർ ഏറെ ഭയപ്പാടോടെയാണ് ഇവിടെ വന്നു പോകുന്നത്. പിന്നെ നമുക്ക് വേറൊരു സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിൽ വന്ന് നിൽക്കുകയാണ്. ബജറ്റിൽ പലപ്പോഴായി ഡിപ്പോ ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കാനായുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. തുടർ നടപടി മാത്രം സ്വീകരിച്ചില്ല. വേണ്ട സഹായം MLA ചെയ്യാമെന്ന് ഉറപ്പു നൽകിയിട്ടും യാതൊരനക്കവും ഉണ്ടായില്ല. നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് 2 വകുപ്പ് മന്ത്രിമാരെയും കണ്ടുകൊണ്ട് 6 കോടി രൂപ പാസ്സാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രഖ്യാപനം നടത്തി 6 കോടി രൂപ പാസ്സാക്കി ഉടൻ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള KSRTC ബസ് സ്റ്റാൻഡ് കൊല്ലത്ത് നിർമ്മിക്കുമെന്നാണ് ജനങ്ങളെ പറഞ്ഞ് കുറെ നാളുകളായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുള്ളതും സുരക്ഷിതവുമായ ഒരു കെട്ടിടത്തിന് വേണ്ടി ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്നതാണ് കൊല്ലം KSRTC സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരുടെ ചോദ്യം. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.